ഇവർക്ക നമ്മളെ ആനക്കായോ റോഡ് നമ്മളെ മറ്റേ പാസിന്റെ പോരടുത്ത് ഇടിഞ്ഞിക്കണ്. അതിനിപ്പോ എന്താ നമ്മൾ ചെയ്യാ? ബദൽ മാർഗം ഉടനടി കാണാം. ബദൽ മാർഗം ഏതാ കാണുക? ആനക്ക ഏത് വയ്യാലും വണ്ടിയുടെ ബദൽ മാർഗം എഴുത്തൽക്കൽ വഴി കിട്ടിയാലും മതി. ഓക്കെ, ഈ പാസിൽ എന്റെ ഓരോരുത്തർ അഭിപ്രായം നമ്മൾ കേൾക്കണം. അതിന്റെ മാർഗം സുബർക്ക പറഞ്ഞ പോലെ അതിന്റെ മാർഗം പെട്ടെന്ന് കാണാം. അതിനെങ്ങനൊക്കെ കാട്ടി ഒന്ന് ഇക്കുപാൽക്കാനായിട്ടെങ്ങനെ പിന്നെ അതന്നെ സെലീമിനായിട്ടാണ് ഇക്കുപാൽക്കാൻ്റെ. അല്ലാണ്ട് വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ? വേറെ മാർഗം എന്ന് പറഞ്ഞാല് മലന്റെ മുളപ്പിനെ കൊണ്ട് പോകും. ആ ഇടിഞ്ഞ സ്ഥലത്ത് നേരെ മേലോട്ട് നേരെ കോരക്കുന്ന മേലേക്ക്. ഓക്കെ, വെച്ചാല് വെള്ളപ്പാൽപ്പ 2 ദിവസം കൊണ്ടൊക്കെ ഇറങ്ങിപ്പോവും. റോഡിങ്ങളാടെ കുറെ ആൾക്കാർ കുറെ വീടുകൾ ഇടിഞ്ഞിടത്ത് അങ്ങോട്ടുണ്ട്. ഒരു എന്താ പറയുക കേസ് തന്നെ വന്നാൽ ഒരു വണ്ടി അവിടെ നടക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ഒരു ആംബുലൻസ് പോയിട്ട് ഉള്ള പ്രശ്നമായതാ. അപ്പൊ എന്തെങ്കിലും അത് ചെയ്യാനുള്ള വകുപ്പ് നോക്കുക, വേറെ എന്തെങ്കിലും ഒരു വകുപ്പ് കൂടി നോക്കുക. ഒരുപാട് ജനങ്ങള് തിങ്ങി താമസിക്കുന്ന ഒരു ഏരിയ ആണ്. ഒരു ഉദാഹരണം നിങ്ങളെ തറവാട് തന്നെ ഇടിഞ്ഞിടത്ത് അങ്ങോട്ടാണ്. അതെ, ഒരുപാട് ജനങ്ങള് തിങ്ങി താമസിക്കുന്ന ഒരു ഏരിയ ആണ് ആനക്കായം റോഡ്. അവിടെ ഈ ഒരു വെള്ളപ്പൊക്കം വന്നിക്കുകയാണെങ്കിൽ ഗതാഗതം മൊത്തത്തിൽ സ്തംഭിക്കാണ്. അതിന് ബദലായിട്ട് നമുക്ക് നല്ലൊരു റോഡ് വേറൊരു ദേശം കൂടെ നമുക്ക് വരണം. അതാണ് നമ്മുടെ ഉദ്ദേശം. ഇത് അടിയന്തരമായിട്ട് നന്നാക്കണം. എന്താ വെച്ചാൽ ഇത് വെള്ളം വലിഞ്ഞു കഴിഞ്ഞാൽ രാത്രിയൊക്കെ ആളുകൾ എന്താവും, എല്ലാ നേരം ആളുകളോ പറയാൻ പറ്റൂല. അവിടെ ബുദ്ധിമുട്ടില്ല, അങ്ങോട്ടുള്ളവര് വണ്ടികൾ പോയി അറിയാതെ ആള് പോയി എന്തെങ്കിലും അടിയന്തരമായിട്ട് അതന്നെ ഷാബാസ് പറഞ്ഞ അതേ പോയിന്റ് നമ്മൾ എല്ലാവരും. കാരണം നമ്മളെ റോഡ് ഞമ്മക്ക് വേണ്ടിട്ട് മാത്രമല്ല, നമ്മളെ ആനക്കായത്ത് ഒരുപാട് 400 വീടുകൾ മാത്രമല്ല അറിയാത്ത ആളുകൾ ഉണ്ടാവും. ചിലപ്പോ രാത്രിയിലൊക്കെ ആണ് ഈ റോഡ് ഇപ്പൊ ഈ അവസ്ഥ തന്നെ കിടക്കുന്നത്. ഏതെങ്കിലും ബൈ ചാൻസിൽ അറിയാത്ത ആളുകൾ വന്നു കഴിഞ്ഞാൽ വീടും അല്ല റോഡും വണ്ടിയൊക്കെ താഴെ പോകും. ഇനി അതിന് പരിഹാരം വണ്ടി അവിടെ ബ്ലോക്ക് ചെയ്ത് അർജന്റായി പണി സ്പീഡാക്കി അല്ലെങ്കിൽ പിന്നെ താൽക്കാലികമായിട്ട് മുകളിൽ കൂടെ മലയിൽ കൂടെ മാക്സിമം ഇത് ഫാസ്റ്റ് ആക്കി ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ കൗൺസിലർ കേൾക്കുകയാണെങ്കിൽ ഇത് ഫാസ്റ്റ് ആക്കി ചെയ്യുന്ന ഏറ്റവും നല്ലത്. ഒന്നും പറയാനില്ല, ഇവര് പറഞ്ഞൊക്കെ തന്നെയാണ് ഉള്ളത്. എന്നാലും അവിടെ കെട്ടുന്നേരം ഒന്നും കൂടി സേഫ്റ്റി ആയി കെട്ടുക എന്ന് പറഞ്ഞിട്ട് ബസ്സിന്റെ ആ മുകളിൽ ഇടിഞ്ഞ് മാത്രമല്ല വിഷയം. ഓരോരുത്തർ ആ ഭാഗം മുതല് ഈ ഭാഗം ഷാജാന്റെ വീടിന്റെ അവിടുന്ന് മുതല് പഴയ ഷാജാന്റെ വീടിന്റെ അവിടുന്ന് മുതൽ ഇപ്പൊ ഇടിഞ്ഞ ആ സ്ഥലം മുതല് ഓരോരുത്തർ ഭാഗം വരെ ആലിക്കോന്റെ ആ ഭാഗം വരെയുള്ള സ്ഥലം ഒരു ഭാഗം സേഫായിട്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് മൊത്തമായിട്ടുള്ള വിഷയങ്ങൾ തീർന്നു. നവാസ്ഖാന്റെ വീടിനടുത്തും ഡേഞ്ചർ ആയി കിടക്കുന്നുണ്ട്. അവിടെ കുറെ അല്ലല്ല ഇപ്പൊ ഇടിഞ്ഞല്ല കുറെ മുന്നോട്ട് അവിടെ ഡേഞ്ചർ അവസ്ഥകളാണ്. അതിനുള്ള പരിഹാരം കാണണം. അല്ല, ഞാൻ സക്കീർ പറയുന്നതിനോടാണ് ഞാൻ യോജിച്ചത്. കാരണം ഇപ്പൊ അവിടെ ഫാസിലിന്റെ അവിടെ ഇടിഞ്ഞിട്ടുണ്ട് അല്ലേ? അത് അവിടെ നിന്ന് തൊട്ടിട്ട് ആലിക്കോന്റെ ആ ഭാഗം വരെ നവാസ്ഖാന്റെ നേരെ മുന്നിൽ ഇടിഞ്ഞ് കിടക്കുന്നുണ്ട്. അതെല്ലാവർക്കും അറിയുന്ന തന്നെയാണ്. അതും കൂടി കെട്ടേണ്ടി തന്നെയാണ്. പക്ഷെ ഗ്യാപ്പ് ഇട്ട് കെട്ടിയാൽ മതി. അവിടെ പിന്നെ കെട്ടണമല്ല. അവിടെ പിന്നെ ആലിക്കോന്റെ പുര വരുന്നുണ്ടല്ലോ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടും കൂടി കെട്ടിച്ചാൽ മതി. വേറെ ഒന്നുമില്ല, കാര്യമായിട്ട് അതാണ് വേണ്ടത്. ഓക്കെ, ആ കെട്ടൽ മാത്രമല്ല അവിടെ റോഡും നന്നാക്കാണ്. റോഡ് കണ്ടില്ല വിള്ളൽ വന്നിട്ട്, അതാണ് ശരിക്കും ആ കാര്യമായിട്ട്. പിന്നെ ബാക്കിയിലെ റോഡ് വേറെ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്നോ പറയുന്നുണ്ട് സംഗതി, ഏത് വേറെ റോഡ് വേണമെന്നൊക്കെ. അതെന്താ വെച്ചാൽ കൗൺസിലറും ഒക്കെ ആലോചിച്ച് ചെയ്തോട്ടെ. ഇതിപ്പോ അർജന്റായിട്ടുള്ള ഇടിഞ്ഞ ഭാഗത്ത് ആ ഭാഗം കെട്ടിയാൽ ഒരൊറ്റ ഇതില് ആ പൈസ പാസ്സാകണമെങ്കിൽ ഒരിതിൽ കെട്ടാം. പിന്നെ നാളെ വേറെ മഴ ചെയ്തിട്ട് വേറെ ഇടിഞ്ഞു അങ്ങനെ കളിക്കൂ. അതിനെ കൊണ്ടാണ് പറഞ്ഞത്.